ഉപനിഷത്ത് പ്രാമാണ്യം അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഉപനിഷത്ത് വാക്യശ്രവണത്തിൽ നിന്ന് ആത്മബോധം ഉണ്ടാകും. അത് ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഉണ്ടാകുമെന്ന് പറയണമെങ്കിൽ ആദ്യം വാക്യത്തിൽ നിന്ന് ബോധം ഉണ്ടാകുന്നതെന്ന് സ്വീകരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. വാക്യത്തിൽ നിന്ന് ബോധം ഉണ്ടാകുന്നു. അല്ല, ഉണ്ടാകുന്നില്ലെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്ന വാക്യത്തിൽ നിന്ന് ബോധം ഉണ്ടാകുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഏത് വാക്യത്തിൽ നിന്നും ബോധം ഉണ്ടാകാം. ആത്മബോധത്തിന് അതിന്റെ മുഖ്യമായ ഉപായം അത് ഈ തത്വമസി തുടങ്ങിയ വാക്യങ്ങളാണ്. ഇതാണ് ശങ്കരാചാര്യരുടെ പക്ഷം. അതിനിടയ്ക്ക് മറ്റൊന്നിന്റെ ആവശ്യമില്ല. വാക്യം ഒരാൾ ശ്രവിക്കുന്നു, ശ്രോതാവിന്റെ ഉള്ളിൽ ബോധം ഉണ്ടാകുന്നു. അത് വാച്യാർത്ഥം ആയിരിക്കണമെന്നില്ല, അതിന്റെ താല്പര്യം എന്ന് പറയാം. താല്പര്യം അതാണ് മുഖ്യമായിട്ട്. ശ്രുതിയുടെ താല്പര്യം എന്താണ്? ആ ബോധം ഉണ്ടാവുന്നു. എന്താണ് ബോധിപ്പിക്കുന്ന അതിന്റെ ബോധം ഉണ്ടാകുന്നത്? ബോധിപ്പിക്കുന്ന എന്താ? ബ്രഹ്മേകത്വപ്രത്യം, ബ്രഹ്മേകത്വം അതാണ് ബോധിപ്പിക്കുന്നത്. ശ്രോതാവിന് ബോധം ഉണ്ടാകുന്നു. ബോധം ഉണ്ടായാൽ എന്താ? അതാണ് പറഞ്ഞ് ശോകമോഹാദി നിവൃത്തിച്ച പ്രത്യക്ഷം. എങ്ങനെയാണോ ആ ബോധമെല്ലാം പ്രത്യക്ഷമാണ്. ബോധം ഉണ്ടാകുക അത് പ്രത്യക്ഷമല്ലായിരിക്കും, അത് സംഭവിക്കത്തില്ല. അങ്ങനെ ആർക്കും സംഭവിക്കില്ല, ഒരു ബോധവും സംഭവിക്കില്ല. ഒരൊക്കെ ബോധം ഉണ്ടായി എന്നാൽ ആ ബോധം അപ്രത്യക്ഷമാകും, അത് സംഭവിക്കില്ല. ഒരാൾ ഇരുളിൽ നോയിക്കൊണ്ടിരിക്കുന്നു, കണ്ണിന് തകരാറൊന്നുമില്ല, വെളിച്ചം വന്നു കാണാതിരിക്കുക, അത് സംഭവിക്കത്തില്ല. വെളിച്ചം വന്നാൽ കാണും, കണ്ടേ തീരും. അതുപോലെയാണ് ഇവിടെ ബോധം ഉണ്ടാകുക, അത് പ്രത്യക്ഷമല്ലാതിരിക്കുക. അത് എന്തുകൊണ്ട്? ബോധം സ്വയം തന്നെ അപരോക്ഷരൂപമാണ്. അങ്ങനെ ഒരു ബോധം, എന്തിനെ കുറിച്ചുള്ള ബോധം? തന്നെ കുറിച്ചുള്ള ബോധം. അതാണ് ഇവിടെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുവിനെയാണ് ബോധിപ്പിക്കുകയാണെങ്കിൽ വസ്തു മുമ്പിലുണ്ടെങ്കിൽ വസ്തു പ്രത്യക്ഷമാകും. ബോധം എന്തായാലും പ്രത്യക്ഷമാണ്, വസ്തു പ്രത്യക്ഷമാണ്. പക്ഷെ ഒരാൾ ബോധിപ്പിക്കുകയാണ് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വസ്തു എന്ന് പറയുമ്പോൾ അപ്പോൾ ബോധം ഉണ്ടാകുന്നുണ്ട്. ഉണ്ടാകുന്ന ബോധം തനിക്ക് പ്രത്യക്ഷം തന്നെ. ബോധം ഉണ്ടായി എന്നേ പറയുന്നു. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന വസ്തുവിനെ കുറിച്ച് ബോധം ഉണ്ടായി, പക്ഷെ വസ്തു പരോക്ഷമായിപ്പോകും. ഇതാണ് പ്രത്യക്ഷവും പരോക്ഷവും തമ്മിലുള്ള വ്യത്യാസം. വസ്തു പരോക്ഷമായിരിക്കുന്നിടത്തും ബോധം പ്രത്യക്ഷം തന്നെ. എന്തുകൊണ്ട്?
ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന വസ്തു എന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഒരു ബോധം എനിക്കുണ്ടായി. ബോധത്തിന് ഒളിഞ്ഞിരിക്കാൻ പറ്റില്ല. ബോധത്തിന് തന്നിൽ നിന്ന് ഒളിഞ്ഞിരിക്കാൻ പറ്റില്ല. കാരണം അത് ആ ബോധം തന്നിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. താൻ സ്വയം ബോധരൂപനാണ്, ബോധസ്വരൂപനാണ്. ആ ബോധത്തിൽ നിന്നുണ്ടാകുന്ന ബോധത്തിന് മറ്റൊരു രൂപം വരത്തില്ല. എന്നുവെച്ചാൽ അത് ബോധമല്ലാതാകത്തില്ല. സമുദ്രത്തിൽ നിന്ന് വരുന്ന തിരയ്ക്കോ തിരയല്ലാതിരിക്കുക ജലമല്ലാതിരിക്കാൻ പറ്റും. ജലമായിരുന്നേ പറ്റൂ. അതിന്റെ സ്വഭാവത്തിന് മാറ്റം വരില്ല. തിരയോ നിരയോ കുമിളയോ പതയോ എന്തോ ആയിക്കൊള്ളട്ടെ, ഇതിന്റെ സ്വഭാവത്തിന് മാറ്റം വരത്തില്ല. എന്താണ് അതിന്റെ സ്വഭാവം? ജലം. അതുപോലെ ഇവിടെ ബോധമുണ്ടാകുന്നു. വിഷയം പരോക്ഷമോ അപരോക്ഷമോ ആയിക്കൊള്ളട്ടെ, ബോധം എപ്പോഴും അപരോക്ഷം തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ് ബോധത്തിന് ഇങ്ങനെ ഒരു പ്രത്യേകത വരുന്നത്? കാരണം ആ ബോധം ഉണ്ടാകുന്നത് ബോധത്തിൽ നിന്നാണ്. മുമ്പിലിരിക്കുന്ന ഈ പുസ്തകത്തിൽ നിന്നാണ് ആ ബോധം ഉണ്ടായതില്ല. അതൊരു നിമിത്തം മാത്രം. ഇന്നത്തെ പുസ്തകത്തിൽ നിന്നോ ഇന്നലത്തെ പുസ്തകത്തിൽ നിന്നോ നമുക്ക് ബോധം ഉണ്ടായില്ല. ബോധം തന്നിലാണ് ഉണ്ടായത്, ശ്രോതാവിലാണ് ഉണ്ടാകുന്നത്. ഇനി ബാഹ്യമായ വിഷയങ്ങളെ സംബന്ധിച്ച് അവിടെ വിഷയം പരോക്ഷവും അപരോക്ഷവുമാകാം. എന്തുകൊണ്ട്? എന്റെ മുമ്പിലാണ് ഈ പുസ്തകം ഇരിക്കുകയാണെങ്കിൽ ഇത് പുസ്തകം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ബോധമുണ്ടായി. ഈ ബോധം ബോധത്തിന്റെ വിഷയവും അപരോക്ഷം. ഇന്നലെ ഇവിടെ ഒരു പുസ്തകം ഉണ്ടായി എന്നൊരാൾ പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ബോധം അപരോക്ഷം, പക്ഷെ വിഷയം പരോക്ഷമായി. ആ വിഷയം പരോക്ഷമായിട്ട് നമ്മൾ പറയും അത് പരോക്ഷ ബോധമാണെന്ന് പറയും. ബോധം പരോക്ഷമായതുകൊണ്ടല്ല, വിഷയം അപരോക്ഷമായതുകൊണ്ട്. ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. പക്ഷെ ആത്മബോധത്തെ സംബന്ധിച്ച് അങ്ങനെ രണ്ടു തരത്തിലാകാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഇത് ആത്മാവ് ആണല്ലോ അവിടെ വിഷയം. ഇവിടെ പുസ്തകമായിരുന്നു വിഷയം. പുസ്തകത്തിന് പരോക്ഷവും അപരോക്ഷമായിരിക്കാൻ കഴിയും. ഇപ്പൊ മുമ്പിലിരുന്നാൽ അപരോക്ഷം. അപരോക്ഷം എന്ന് വെച്ചാൽ കണ്ണിന്റെ മുമ്പിലെന്നർത്ഥം. കണ്ണിന് പരമല്ല, അതാണ് അപരോക്ഷം എന്ന് പറയുന്നത്. പക്ഷെ ഇന്നലത്തെ പുസ്തകം അത് കണ്ണിന് പരമാണ്, ദൂരെയാണ്. കാലം കൊണ്ട് അത് പരമായിപ്പോയി, അത് പരോക്ഷമായി. ആത്മാവിനെ സംബന്ധിച്ച് പരോക്ഷം അപരോക്ഷം അങ്ങനെ രണ്ട് ജ്ഞാനം ഉണ്ടാകാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഇവിടെ ബോധിപ്പിക്കുന്നത് അപരോക്ഷമായിരിക്കുന്ന ആത്മാവിനാണ്. എങ്ങനെ? നിത്യ അപരോക്ഷം. പുസ്തകത്തിന് നിത്യ അപരോക്ഷമായിരിക്കാൻ പറ്റും. അത് കാലം കൊണ്ട് വ്യവധാനം വരുന്നു. ഇന്നിപ്പോൾ എൻ്റെ മുമ്പിൽ ഈ കാലത്തുള്ള പുസ്തകമേ ഉള്ളൂ. ഇന്നലെ ആ കാലം കടന്നുപോയി, ആ കാലം തിരിച്ചു വരുന്നില്ല. അപ്പോൾ ആ കാലത്തിലുള്ള പുസ്തകത്തെ എനിക്ക് എങ്ങനെ അപരോക്ഷമാക്കാൻ പറ്റും? സാധ്യമല്ല. പക്ഷേ ശ്രുതി ബോധിപ്പിക്കുന്ന എന്താണ്? ത്വം, നീ. നിന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. ഈ സ്വരൂപം എന്ന് പറയുമ്പോൾ മാറുന്നു. ഇന്നലെ, ഇന്ന്, നാളെ എല്ലാം ആ സ്വരൂപത്തിന് മാറ്റമില്ല, ഞാൻ തന്നെ. അപ്പോൾ അവിടെ കാലം കൊണ്ട് ദേശം കൊണ്ട് മാറ്റം വരാത്ത സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. ഞാനെന്താ? ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് മറഞ്ഞിരിക്കുന്നു. ഞാനെപ്പോഴും എനിക്ക് തെളിഞ്ഞിരിക്കുന്ന വസ്തുവാണ്. എനിക്ക് എന്നെ തന്നെ ഒരിക്കലും മറയ്ക്കാൻ കഴിയുന്നില്ല. ആർക്കെങ്കിലും അവനവനെ മറയ്ക്കാം, നമുക്ക് വേണമെങ്കിൽ വേറെ ആളിനെ ഒളിപ്പിച്ചു വയ്ക്കാം. തന്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ ഒളിപ്പിച്ചു വയ്ക്കാം. കാമക്രോധ ലോപമോഹങ്ങളെ ഒളിപ്പിച്ചു വയ്ക്കാം. അതൊക്കെ മനസ്സിന്റെ വികാരങ്ങൾ. പക്ഷെ തന്നെ ഒളിപ്പിക്കാൻ പറ്റത്തില്ല. അവിശേഷം തനിക്ക് തന്നെ ഒളിപ്പിക്കാൻ പറ്റത്തില്ല. തനിക്ക് താനെപ്പോഴും വെളിപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് താൻ അപരോക്ഷമാണ്. താൻ അപരോക്ഷമായ ഇരിക്കുന്നതുകൊണ്ട് അപരോക്ഷമായിരിക്കുന്ന തന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. ത്വം തത്, നീ
സത്താണ്, അല്ലെങ്കിൽ ജ്ഞാനമാണ്. സത്തെന്നോ ജ്ഞാനമെന്നോ ആനന്ദമെന്നോ എന്ത് പറഞ്ഞാൽ അർത്ഥമൊന്നു തന്നെയാണ്, അർത്ഥവ്യത്യാസമില്ല. അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ എന്ത് വരുന്നു? അപരോക്ഷമായ തന്നെ ബോധിപ്പിക്കുന്നുണ്ട്. അത് താൻ ബോധിച്ചാൽ ആ വാക്യത്തിൽ നിന്ന് ബ്രഹ്മൈകത്വ പ്രത്യക്ഷാം, അതെപ്പോഴും പ്രത്യക്ഷമായിരിക്കും. ആ ജ്ഞാനത്തിന് ഒരിക്കലും പരോക്ഷമായിരിക്കില്ല, ഇരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടിത് അപരോക്ഷമായ തത്വത്തെയാണ് ബോധിപ്പിക്കുന്നത്. അപരോക്ഷമായ തത്വത്തെ ബോധിക്കുമ്പോൾ എങ്ങനെ പരോക്ഷമായി ബോധിക്കാൻ കഴിയും? അതുകൊണ്ട് തന്നെ പരോക്ഷജ്ഞാനം എന്നങ്ങനെ പറയാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അശ്രുതി ഉപനിഷത്തുകൾ അപരോക്ഷമായ പ്രത്യക്ഷമായ ബോധത്തെ ഉണ്ടാക്കുന്നു എന്നാണ്. അങ്ങനെ അല്ലാതെ ഒരു ബോധത്തിന് ഉണ്ടാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത് ഇത് കസ്തർഹി ഭൗത പ്രത്യുഷം, നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയും? ശ്രുതി അപരോക്ഷം എന്ന്